Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റുകളിൽ കഴിക്കാറുള്ള അതേ ടേസ്റ്റിയാണ് നമുക്കിന്ന് ചെയ്ത് കാണിച്ചു തരുന്ന റെസിപ്പിക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ എല്ലാ അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ഞാനിപ്പോൾ 5 ഗ്ലാസിൻ്റെ ഫ്രൈഡ് റൈസാണ് ചെയ്യാൻ പോകുന്നത്. 5 ഗ്ലാസ് ബസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ചാണ്. അപ്പോൾ കുഴയാതിരിക്കാനായിട്ട് നമുക്ക് ഒറ്റയായിട്ട് കിട്ടണം കേട്ടോ അത്. അപ്പോൾ എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ അത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടേക്കാം. കാരണം അത് പെട്ടെന്ന് തണുത്ത് കിട്ടണം, അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകും. ഒരു 3 ബെൽ പെപ്പർ, അത് നമുക്ക് പല കളറിൽ ഉള്ളത് ഉപയോഗിക്കാം. അത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ സ്പ്രിംഗ് ഓനിയൻ ഒരു 5-8 തണ്ട് കേട്ടോ സ്പ്രിംഗ് ഓനിയൻ. പിന്നെ ഒരു 3 സെലറി, ഒരു 3 തണ്ട് സെലറി, ഒരു 2 ക്യാരറ്റ്, അത് നമുക്ക് സ്ലൈസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു ലീക്ക്, ഒരു 5 മഷ്റൂം, ഒരു 150 ബീൻസ്, നമ്മുടെ ഗ്രീൻ ബീൻസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം ക്യാബേജ് ആണ്. പിന്നെ ഒരു 5 മുട്ട, ഒരു 5 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കുരുമുളക് പൊടി. ബ്ലാക്ക് പെപ്പർ നമ്മൾ ഫ്രഷ് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്ന മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഒരു 4 തരം മീറ്റാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. പോർക്ക്, ബീഫ്, പ്രോൺസ്, പിന്നെ ചിക്കൻ. അപ്പോൾ ഞാനത് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചാണ്. ഒരു 200 ഗ്രാം ചിക്കൻ, 200 ഗ്രാം പ്രോൺസ്, 200 ഗ്രാം പോർക്ക്. അത് ബാർബിക്യൂ സോസിൽ, സാധാരണ ചൈനീസ് ഫ്രൈഡ് റൈസിലാണ് കൂടുതൽ. നമ്മൾ നാട്ടിൽ കേരളത്തിൽ ചെയ്യുന്ന ഫ്രൈഡ് റൈസിൽ സാധാരണ അങ്ങനെ ബാർബിക്യൂ പോർക്ക് വെച്ച് ചെയ്യാറില്ല. കൂടുതലും പുറം രാജ്യങ്ങളിലാണ് അങ്ങനെ ബാർബിക്യൂ സോസ് വെച്ചിട്ട് കാണാറ്. പിന്നെ ഒരു 200 ഗ്രാം ബീഫ്. ഇനി നമുക്ക് എല്ലാതും ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിതെല്ലാം അരിഞ്ഞിപ്പോൾ റെഡിയാക്കി വെച്ചിട്ട് കാണാം നിങ്ങൾക്ക്. ഞാൻ ഓരോ ബൗളിലാക്കി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്ക് ആ മുട്ട ഒന്ന് ചിക്കി പൊരിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും, നമ്മൾ ഫ്രഷ് ആയിട്ട് പിടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇടണം കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം ക്യാരറ്റാണ് വേവ് കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് വാടി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചാണ് എല്ലാ വെജിറ്റബിളും ഇടണം കേട്ടോ. സെലറി, ഇത് കൂടുതൽ വെജിറ്റബിൾ ഒന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇത് നിറയുണ്ടല്ലോ, കാരണം ഇനി റൈസ് ഇടാനുള്ളതല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് എന്തായാലും ചുരുങ്ങിക്കോളും. കാരണം ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഹാഫ് ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈസ് ആഡ് ചെയ്യുന്നത്. എന്താ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി. ഞാൻ വെള്ളത്തിലൊന്ന് അത് വെന്തോളും കിടന്നു. ഇത് നമ്മൾ മൂടിയൊന്നും വെച്ച് വേവിച്ചേക്കരുത് കേട്ടോ. കാരണം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളവും കുഴന്നായി പോകും. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് ഉപ്പൊന്ന് നോക്കി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് ആ വെജിറ്റബിളിന് നമ്മൾ നേരത്തെ മുട്ടയ്ക്ക് ഉപ്പ് ഇട്ടായിരുന്നു, പക്ഷേ നമുക്ക് ഈ വെജിറ്റബിളും കൂടി ഒന്ന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ.
ഇനി നമുക്ക് പ്രോൺസും ബീഫ്, ചിക്കൻ, പോർക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇടാം. നമ്മൾ കുറേശ്ശെ റൈസ് ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ, എന്നാലും നല്ലോണം അത് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ സോയ സോസ് നമുക്കൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ആ ഫ്രഷ് നമ്മൾ പൊടിച്ചത് ഒന്ന് ആഡ് ചെയ്യണം. പിന്നെ ആ സ്പ്രിംഗ് ഒനിയൻ ഒന്ന് ഗാർണിഷിന് നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.